എൻ്റെ എത്രയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും വീട്ടിലെ മറ്റെല്ലാവരും അറിയാൻ സുബൈർ എഴുതുന്നത്. നിങ്ങൾക്കെല്ലാം സുഖമെന്ന് കരുതുന്നു. അങ്ങനെ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. താൽക്കാലികമാണ്, എങ്കിലും 6-7 മാസം കിട്ടും. അപ്പോഴത്തേക്കും വേറെ ജോലി കണ്ടുപിടിക്കാൻ കഴിയും. ഭാഷയെല്ലാം ശരിയായി വരുന്നു. യൂസഫ്ക്കാണ് ജോലി ശരിപ്പെടുത്തിയത്. യൂസഫ്ക്ക് എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കുറേ കാശും ചിലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ താമസം ജോലി സ്ഥലത്തിനടുത്താണ്. യൂസഫ്ക്കയുടെ റൂം കുറച്ച് ദൂരെയാണ്, എങ്കിലും എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ നേരിൽ കാണാറുമുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന മുറിയിൽ 8 മലയാളികളുണ്ട്. തിരക്കിട്ടാണ് ഈ കത്തെഴുതുന്നത്. രാത്രി കുറച്ചുറങ്ങുന്ന സമയം മാത്രമേ വിശ്രമമുള്ളൂ, ബാക്കി മുഴുവൻ ജോലി തന്നെയാണ്. തൽക്കാലം ഒരു 5000 രൂപ ഇതോടൊപ്പം അയക്കുന്നു. കടം വാങ്ങിയതാണ്, വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കുക. താഴെ എഴുതിയതാണ് എൻ്റെ പുതിയ അഡ്രസ്സ്. ജോലി മാറുന്നത് വരെ അഡ്രസ്സിൽ മാറ്റമുണ്ടാവില്ല. എല്ലാവരോടും അന്വേഷണം പറയുക. വിശദമായ മറുപടിക്ക് കാത്തിരിക്കുകയാണ്. സ്നേഹത്തോടെ, മകൻ സുബൈർ. ഏതായാലും ഇനി അമ്മക്ക് വല്ലാണ്ട് ഇടങ്ങളാവേണ്ടി വരൂല. എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു നല്ല കാലോ. അല്ല, ഓൻക്ക് ശമ്പളമൊക്കെ പെരുത്തുണ്ടാവോ? ഗൾഫുകാർക്കൊക്കെ ഇപ്പൊ ശമ്പളം കുറവാണെന്നാ കേൾക്കുന്നത്. എന്നാലും സുബൈറിന് ഒരു 10-20,000 രൂപ ശമ്പളം ഇല്ലാതിരിക്കൂല. ഏതായാലും വേണ്ടിയില്ല, കുറച്ച് ആൾക്കാരെ വിളിച്ച് ഞമ്മക്കൊരു സൽക്കാരം നടത്തണം. മകൻ ഗൾഫിൽ പോയ പിന്നെ ഞാൻ പിസ്കനായിന്ന് കുടുംബക്കാർ പറയരുതല്ലോ. ആ ഒന്നിപ്പം മാണ്ടാന്ന് എൻ്റെ അഭിപ്രായം, പ്രത്യേകിച്ചും വാടകപ്പെരേന്ന്. അതുകൊണ്ട് എന്നെ സൽക്കാരം വേണമെന്ന് വെച്ചതു. വാടകയ്ക്ക് താമസിക്കാച്ചിട്ടേ കുടുംബക്കാരെ മുമ്പിൽ നമ്മൾ മോശക്കാരാകാൻ പാടില്ലല്ലോ. ആ നമ്മളെടുത്ത് പണുണ്ട് എല്ലാവർക്കും ബോധ്യമാവട്ടെ. എന്തേ ഇത് പൈസ കിട്ടാൻ ഏത് ബാങ്കിലാ കൊടുക്കുക? അക്കൗണ്ടുള്ള ഏത് ബാങ്കിലും കൊടുക്കാം. എനിക്ക് ഒരു ബാങ്കിലും അക്കൗണ്ട് ഇല്ലല്ലോ. എനക്ക് അക്കൗണ്ട് ഇല്ലേ? എനിക്കുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഡ്രാഫ്റ്റ് നിങ്ങളെ പേരിലല്ലോ ഉള്ളത്. ഇതാപ്പോ ഇടങ്ങറ്. ഇനിയിപ്പം ബസ്സും കയറി ബാങ്കിൽ പോണ്ടേ? കൊയലായിട്ട് അയച്ചിരുന്നെങ്കിൽ ആ ഇടങ്ങറില്ലേനു. അല്ല, ഞമ്മളിടങ്ങറൊന്നും ഇപ്പൊ സുബൈറിന് അറിയണ്ടല്ലോ. ഡ്രാഫ്റ്റ് അയച്ചാ പിന്നെ ഓന്റെ പണി കഴിഞ്ഞു.